ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ മേരി ഇമാക്കുലേറ്റ് ചർച്ച്, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ പള്ളി, മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ പള്ളിയിലാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഈ പള്ളി വരുന്നത് വേലുപ്പാടം പള്ളി. ഞങ്ങൾ മുമ്പ് ഒരു പള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു, വേലുപ്പാടം. അതുപോലെ വരന്തരപ്പള്ളി ഭാഗത്തൊരു പള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ പള്ളിക്ക് അടുത്ത് തന്നെയാണ്, ആ റൂട്ട് തന്നെയാണ് ഈ പള്ളിയും വരുന്നത്. മാതാവിൻ്റെ ചർച്ചാണ്. അപ്പോൾ ഈ പള്ളിയിലെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഗ്രോട്ട മാതാവ്, കണ്ട ഗ്രോട്ട മാതാവിൻ്റെ രൂപം. പിന്നെ അത് കഴിഞ്ഞ് പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോവാം. പള്ളിയുടെ ഉൾഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. എന്തു മനോഹാരിതയുള്ള പള്ളിയാണ് കാണിക്കുന്നത്. സൂപ്പർ അല്ലേ പള്ളി? കണ്ട ആ നടുഭാഗത്ത് ക്രൂശിത രൂപം, തൊട്ടടുത്ത് തന്നെ യൗസേപിതാവ്, മാതാവ്, കർത്താവ്, അതായത് പുൽക്കൂട്ടിലെ ആ ദൃശ്യമാണ് കാണിക്കുന്നത്. പിന്നെ മാലാഖമാർ ചുറ്റും നല്ല ഭംഗിയാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയിലാണ് പള്ളി പണിതിരിക്കുന്നത്. കണ്ട ക്രൂശിത രൂപം, വേറൊരു ക്രൂശിത രൂപം ആ സൈഡ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഈ പള്ളിയിൽ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ചുറ്റും ഈ പള്ളിയിലെ വിശുദ്ധന്മാരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും രൂപങ്ങളാണ് വച്ചിരിക്കുന്നത്. തിരുശേഷിപ്പൊക്കെ ഉണ്ട് കേട്ടോ. വിശുദ്ധ ഏപ്രാസ്യമ്മ, വിശുദ്ധ മറിയന്ത്രേസ്യമ്മ, വിശുദ്ധ അൽഫോൺസമ്മ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് പുണ്യാളൻ, ഇവരുടെയൊക്കെ തിരുശേഷിപ്പുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ തിരുശേഷിപ്പുകളാണ് കാണിക്കുന്നത്. വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുശേഷിപ്പാണ് കാണിച്ചത്. പരിശുദ്ധ ഇത് നമ്മളുടെ ഉണ്ണിയേശുവിൻ്റെ രൂപമാണ് കാണിക്കുന്നത്. വിശുദ്ധ മറിയന്ത്രേസ്യമ്മയുടെ തിരുശേഷിപ്പാണ് കാണിക്കുന്നത്. വിശുദ്ധ മറിയന്ത്രേസ്യമ്മയുടെ തിരുശേഷിപ്പാണ് കാണിക്കുന്നത്. വിശുദ്ധ ഏപ്രാസ്യമൻ തിരുശേഷിപ്പാണ് ഈ കാണിച്ചത്, കുറച്ച് മുമ്പ് കാണിച്ചത്. കണ്ട മാതാവും കർത്താവും എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ മാതാവിനും കർത്താവിനും. ഭയങ്കര, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ മാതാവിനോട് ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് അത്രയും അനുഗ്രഹമുള്ള മാതാവാട്ടാ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന സാധിച്ചിട്ടും അത്രയും അനുഗ്രഹമുള്ള മാതാവാണ്. അനുഗ്രഹങ്ങൾ ഒരുപാട് തരുന്ന മാതാവാണ്. അപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസം പള്ളികളാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നും ഈ പള്ളി ഈ പള്ളിയിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് വന്നത്. ഇപ്പം അന്യതയെ കാണിക്കുന്നു. അന്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കുവാനായിട്ടുള്ള പണം ഇടുന്ന ഒരു ചെറിയൊരു നേർച്ചപ്പെട്ടിന് അന്യത, അതും കാണിക്കുന്നു. ആ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. അന്യത അപ്പോൾ 1 രൂപ നമുക്ക് പറ്റാവുന്നത് ഇട്ടാലും മതി. നമുക്ക് ഇഷ്ടമുള്ള പൈസ ഇടാം. എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. കണ്ട ഉയർപ്പിച്ച കർത്താവ്, അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ രൂപമാണ് കാണിക്കുന്നത്. പിന്നെ പള്ളിയിലെ ബൈബിളിൽ തുറന്നിരിക്കുന്നുണ്ട്. മാലാഖയുടെയും തോബിയാസ് പുണ്യാളൻ്റെ രൂപമാണ് നേരത്തെ കാണിച്ചത്. ഈ ബൈബിൾ തുറന്നിരിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ ഭാഗമാണ് തുറന്നിരിക്കുന്നത്. കണ്ട സുഭാഷിതങ്ങൾ. ഈ പള്ളിയിലെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.